അത് അച്ഛനെ എം ജി ആറിനെയും ജയലളിതയും എം ജി ആറിനെയും ഒക്കെ ഡയറക്റ്റ് ചെയ്തു. ഫസ്റ്റ് സീനിൽ തന്നെ എം ജി ആറിൻ്റെ അടുത്ത് ടേക്ക് 2 കട്ട് ചെയ്ത് ടേക്ക് 2 പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. എം ജി ആറിൻ്റെ പടത്തിൽ ആരും ടേക്ക് 2 പറയില്ല, അദ്ദേഹം സ്വയം പറയും. അദ്ദേഹം അഭിനയിച്ചത് തെറ്റാണെന്ന് ഡയറക്ടർ പറയാൻ പാടില്ല. ഹീൽസ് ഞാൻ ഒന്നും കൂടെ എടുക്കാമെന്ന് അദ്ദേഹം പറയും. അച്ഛനിവിടെ പ്രേംനസീറാണല്ലോ അച്ഛൻ്റെ ഇവിടെ നായകൻ. കട്ട് ഇറ്റ് ടേക്ക് 2. എല്ലാവരും ഞെട്ടി. അങ്ങനെ ടേക്ക് 2 അഭിനയിച്ചു. പിന്നെ ലഞ്ച് ടൈമിന് വിളിച്ചു, മുറിയിലുണ്ട്. പക്ഷേ വിചാരിച്ചാൽ ഇവിടെ തീർന്നിരിക്കുന്നു, ഉച്ചയ്ക്ക് എന്നെ പറഞ്ഞു വിടുമായിരിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അച്ഛനാണെങ്കിൽ ഇവിടെ കുറച്ച് ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്, സിഗരറ്റ് വലിക്കാൻ പാടില്ല. എൻ്റെ ചേട്ടൻ പിന്നെ സിഗരറ്റ് വലിക്കരുതെന്ന് അങ്ങനെ നേരത്തെ പറഞ്ഞു. നിങ്ങളിവിടെ മുറുകിക്കോ, സിഗരറ്റ് എൻ്റെ വലിക്കരുത്, മറ്റുള്ളവർ കണ്ടാൽ ശരിയല്ല. ശരി, ഓക്കെ ചേട്ടനെന്നൊക്കെ വിളിക്കുക, വലിയ സ്നേഹമാണ്. അപ്പോൾ വിളിച്ചു. അപ്പോൾ ചോദിച്ചു, അല്ല കൃഷ്ണനാർ, എൻ്റെ അഭിനയത്തിൽ കട്ട് ആരും പറയാറില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അച്ഛനോട് എനിക്കറിഞ്ഞൂടാ, ഞങ്ങൾ മലയാളത്തിലെല്ലാവരും പറയും എനിക്ക് ശമ്പളത്തിൽ നിന്ന് വെച്ചിരിക്കണം ചേട്ടൻ്റെ പെർഫോമൻസ് നന്നാക്കാനല്ലേ. അതിവിടെ നിൽക്കുന്നവർക്കല്ലേ അറിയാവുള്ളൂ, നടൻ അറിഞ്ഞുകൂടല്ലോ. ക്യാമറയുടെ അവിടെ നിൽക്കുന്ന എനിക്കറിയാതെ ശരിയായില്ല, ടൈമിങ് ശരിയല്ല. അവിടെ ഞാൻ വീട്ടു കൊടുക്കും, ചേട്ടൻ്റെ പെർഫോമൻസ് ബ്യൂട്ടിഫുള്ളായിരിക്കണം. ഓക്കെ, ഞാനിനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഇടൂ വോട്ട് യു വാണ്ട്. പിന്നെ ഒന്നിൽ ഇടപെട്ടിട്ടില്ല. അച്ഛന് കട്ട് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്ത ഏക ഡയറക്ടർ. അതുകൊണ്ട് എന്ത് പറ്റി? റിക്ഷ കേരളിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ലേ?